ജയസാധ്യതാ മണ്ഡലങ്ങൾ തേടി രഹസ്യ സർവേയുമായി വി.ഡി. സതീശൻ. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെതിരെയും സതീശന്റെ നീക്കം. സുധാകരന് പിന്തുണയുമായി രമേശ് ചെന്നിത്തല. കെട്ടുറപ്പിന് പകരം തമ്മിലടിയുമായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ രഹസ്യ സർവേ വിവാദം പുകയുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രഹസ്യ സർവേ നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തെത്തിയിട്ടുള്ളത്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോ അംഗീകാരമോ ഇല്ലാതെ വി.ഡി. സതീശന്റെ മേൽനോട്ടത്തിൽ നടന്ന സർവേക്കെതിരെ കടുത്ത ആക്ഷേപമുയർത്തിയാണ് വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളും അണികളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വി.ഡി. സതീശന്റെ അപ്രമാദിത്യത്തിനും ഏകാധിപത്യ നീക്കത്തിനുമെതിരെ സഹപ്രവർത്തകർക്കിടയിൽ നിലനിന്നിരുന്ന കടുത്ത അസംതൃപ്തി രഹസ്യ സർവേ വിവാദത്തോടെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തെത്തിയിരിക്കുന്നത്. എ.ഐ.സി.സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ജയസാധ്യതകളെപ്പറ്റി പഠിക്കാൻ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനഗോലുവിന്റെ നേതൃത്വത്തിൽ സർവേയും മറ്റ് അണിയറ പ്രവർത്തനങ്ങളും നടന്നുവരുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായി സർവേക്ക് നേതൃത്വം നൽകിയത്. ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച വി.ഡി. സതീശന്റെ പ്രവൃത്തിയിൽ ഹൈക്കമാൻഡിനും കടുത്ത അതൃപ്തിയാണുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലാണ് കോൺഗ്രസിന് 63 മണ്ഡലങ്ങളിൽ ജയസാധ്യതയുണ്ടെന്നും അതനുസൃതമായ സ്ഥാനാർത്ഥി നിർണയം വേണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതിനാധാരമായ കണക്കുകൾ തന്റെ പക്കലുണ്ടെന്ന് സതീശൻ അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ മുൻ മന്ത്രി എ.പി. അനിൽകുമാർ രംഗത്ത് വന്നതോടെയാണ് സംഭവം വിവാദമായത്. കേരളത്തിലെ ജയസാധ്യത വിശകലനം ചെയ്യാൻ കെ.പി.സി.സി നേതൃത്വം ഇതുവരെയും സർവേ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അതിനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. ആരുടെ അനുമതിയോടെയും പിന്തുണയോടെയുമാണ് സർവേ നടത്തിയതെന്ന് സതീശൻ വ്യക്തമാക്കണമെന്നാണ് അനിൽകുമാർ ആവശ്യപ്പെട്ടത്. ഇതോടെ രോഷാകുലനായ വി.ഡി. സതീശൻ അനിൽകുമാറിനോട് തട്ടിക്കയറിയതോടെ നേതാക്കൾ ചേരിതിരിയുകയായിരുന്നു. പാർട്ടി അറിയാതെ രഹസ്യ സർവേ നടത്തിയത് അച്ചടക്ക ലംഘനമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ സർവേകൾ നടത്തിയിട്ടില്ലെന്നും സംസ്ഥാനത്തെ പൊതുസ്ഥിതി വിലയിരുത്തിയുള്ള നിഗമനം മാത്രമാണിതെന്നുമാണ് സതീശൻ അനുകൂലികളുടെ വാദം. കെ.പി.സി.സി നേതൃത്വത്തെയോ പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കളെയോ മുഖവിലിക്കെടുക്കാതെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഏകപക്ഷീയ നീക്കങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു തന്നെയാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. അനുകൂല സാധ്യതയുള്ള 63 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് തനിക്കറിയില്ലെന്നും കെ.പി.സി.സി ആ വിധത്തിലുള്ള പഠനമൊന്നും നടത്തിയിട്ടില്ലെന്നും ചെന്നിത്തല തുറന്നടിച്ചത് വി.ഡി. സതീശനെതിരായ രൂക്ഷമായ ഒളിയമ്പ് തന്നെയായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താൻ തന്നെ ആയിരിക്കുമെന്ന വിധത്തിലാണ് വി.ഡി. സതീശൻ അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളെ പോലും മുഖവിലക്കെടുക്കാതെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തന ശൈലിയിൽ യു.ഡി.എഫിലെ ഇതര പാർട്ടി നേതാക്കൾക്കും കടുത്ത അതൃപ്തിയാണുള്ളത്. സതീശന്റെ പല നീക്കങ്ങളോടും മുസ്ലിം ലീഗ് നേതാക്കൾക്കും മാനസികമായി യോജിപ്പില്ലെന്നതും പരസ്യമായ രഹസ്യവുമാണ്. ഏറെക്കാലമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന രമേശ് ചെന്നിത്തലയെ വീണ്ടും കേരളത്തിൽ സജീവമാക്കിയതിലും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് വലിയ പങ്കാണുള്ളത്. ഈ നീക്കം വി.ഡി. സതീശനും കൂട്ടർക്കും നന്നായി അറിയുകയും ചെയ്യാം. വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കൾ ചെന്നിത്തലയ്ക്ക് നൽകുന്ന സ്വീകാര്യതയിൽ പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥനാണ് താനും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് വെല്ലുവിളിയാകുന്ന വിധത്തിൽ രമേശ് ചെന്നിത്തല ഉയർന്നു വരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനായാണ് രഹസ്യ സർവേ നടത്തിയതെന്നത് വ്യക്തം. താൻ ഒരു സർവേയും നടത്തിയിട്ടില്ലെന്ന വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നതെങ്കിലും സതീശൻ ക്യാമ്പിലെ പ്രവർത്തകർ പോലും അത് വിശ്വസിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ചെന്നിത്തലയെ പോലെ തന്നെ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനുമായും മാനസികമായ അകൽച്ചയിലാണ് സതീശൻ. സുധാകരന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ ജയസാധ്യത കുറവാണെന്നാണ് സതീശന്റെ വാദം. ഈ വിവരം ദേശീയ നേതൃത്വത്തെ സതീശൻ ധരിപ്പിച്ചിട്ടുമുണ്ട്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി കണ്ട് ചർച്ച നടത്തിയത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. തന്നെ അപമാനിച്ച് ഇറക്കിവിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നുമാണ് രൂക്ഷഭാഷയിൽ സുധാകരൻ പ്രതികരിച്ചത്. ദീപാദാസ് മുൻഷിക്ക് കേരളത്തിലെ നേതാക്കളോട് വിശ്വാസക്കുറവാണെന്നും അതിനാലാണ് നേതാക്കളെ വേറിട്ട് കണ്ട് ചർച്ച നടത്തിയതെന്നും കെ. സുധാകരൻ തുറന്നടിച്ചിട്ടുമുണ്ട്. അതേസമയം വി.ഡി. സതീശന്റെ നിർദ്ദേശം തള്ളി രമേശ് ചെന്നിത്തല രംഗത്ത് വരികയും ചെയ്തു. പ്രാപ്തനായ പ്രസിഡന്റാണ് കെ. സുധാകരൻ എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതോടെ സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള തർക്കം പാർട്ടി അധ്യക്ഷ വിഷയത്തിലൂടെ ഒരിക്കൽ കൂടി രൂക്ഷമായിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന ചർച്ചകൾ ഉയർന്നതോടെ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഉറപ്പിക്കാനും പല നേതാക്കളും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്.
പാലോട് രവി, ആന്റണി തുടങ്ങിയ നേതാക്കൾ പ്രസിഡന്റ് ആകാനുള്ള താൽപര്യവും ഇതിനോടകം ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിനിടയിലാണ് തന്റെ കരുത്ത് ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ വി ഡി സതീശൻ ആരംഭിച്ചിരിക്കുന്നത്. NSSും ഒപ്പം തന്നെ SNDPയും സതീശനോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വിവിധ മുസ്ലിം സാമുദായിക സംഘടനകളും തങ്ങളുടെ വേദികളിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ തഴഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മാരാമൺ കൺവെൻഷനിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഈ വിധം സംഭവ വികാസങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിനെ അസ്വസ്ഥനാക്കുന്നുവെന്ന് വ്യക്തം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പേപ്പറുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് സതീശൻ പൊട്ടിത്തെറിച്ചതുപോലും പുനർവിചിന്തനത്തിന് വിധേയമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. പാർട്ടിക്കുള്ളിൽ തനിക്ക് കാലിടറുന്നുവെന്നതിന്റെ സൂചനകൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ശരീരഭാഷകൾ വ്യക്തമാക്കുന്നതും.